ഞാൻ NM പിയേഴ്സണിലേക്ക് പോകുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NM പിയേഴ്സൺ, തോമസ് ഐസക്കിന് മനസ്സിലായത്, പ്രകാശ് കാരാട്ടിന് മനസ്സിലായത്, MA ബേബിക്ക് മനസ്സിലായത്, എന്തുകൊണ്ടാണ് ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് മനസ്സിലാകാത്തതാണോ, മനസ്സിലായില്ല എന്ന രൂപത്തിൽ പറയുന്നതാണോ? ഇവിടെ മുഖ്യമന്ത്രിക്കും അത് മനസ്സിലായില്ല എന്ന് വേണം സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന വിലയിരുത്തലിൽ ശരിയായ വിലയിരുത്തലിലേക്ക് തന്നെ അവർ വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എന്ത് തിരുത്തലാണ് പാർട്ടി വരുത്തുന്നതാണ് താങ്കളുടെ മനസ്സിലാക്കൽ? അല്ല, പാർട്ടി തിരുത്തണമെങ്കിൽ എന്താണ് പാർട്ടിക്ക് പറ്റിയ തെറ്റ്, ആ തെറ്റ് ഇന്നതാണ് എന്ന് വ്യക്തമാക്കുകയും ആ തെറ്റ് തിരുത്തും എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരുത്തൽ എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. നമ്മൾ ഈ ചർച്ചകളെല്ലാം കേട്ട സമയത്ത് എന്ത് തെറ്റാണ് പറ്റിയത് എന്ന് പാർട്ടി വ്യക്തമാക്കിയതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് പാർട്ടി കണക്കാക്കി അത് തിരുത്തും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ DA കുടിശ്ശിക കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് എന്ന് കണ്ടെത്തി അത് തിരുത്തും എന്ന് പറയുന്നുണ്ട്. DA കുടിശ്ശിക കൊടുക്കാത്തതിൻ്റെ പേരിലോ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തതിൻ്റെ പേരിലോ മാത്രമല്ലല്ലോ ജനങ്ങൾ പാർട്ടിയെ ഉപേക്ഷിക്കുന്നത്. ജനങ്ങൾക്ക് ഈ പാർട്ടിയെക്കുറിച്ചുള്ള ചില കൺസെപ്റ്റുകളുണ്ട്, ചില ധാരണകളുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഇവിടെ സംസാരിച്ച കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്രസക്തമാണ് എന്ന ആളുകൾക്ക് തോന്നുന്നതിൻ്റെ കാരണം മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ കേരളത്തിലെ പാർട്ടി പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് ജനങ്ങൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകുന്നത്. മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ കൃത്യമായി ഇടതുപക്ഷ നിലപാടുകളെടുത്ത് അതേപോലെ തന്നെ താഴെത്തട്ടിലായിട്ടുള്ള ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ജയസൂര്യനെ പോലുള്ള ഒരാൾക്കിരുന്ന് സംസാരിക്കാനായിട്ട് ഒരു വേദി പോലും കേരളത്തിലുണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ പ്രകാശ് മാഷിനെ പോലെയുള്ളതായിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ എന്താണ് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രമെന്നും ആ പ്രത്യയശാസ്ത്രം എങ്ങനെയാണ് കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് എന്നും തിരിച്ചറിയാതെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞാൽ എന്നെങ്കിലും യുവന്മാർ രക്ഷപ്പെടുമോ? ഒരു കാലത്തും രക്ഷപ്പെടില്ല. എന്തിനാണ് ചർച്ചയ്ക്ക് വരുന്നത്? ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് രണ്ടു വട്ടം സ്വയം ചർച്ച ചെയ്യുക. ഞാൻ എന്തിനാണ് ചർച്ചയ്ക്ക് പോകുന്നതെന്ന്, ഞാൻ ചർച്ച ചെയ്താൽ എനിക്കോ പാർട്ടിക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ള കാര്യം രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം വന്ന് ചർച്ചയ്ക്കിരുന്നാൽ ഇതുമാരത്തെ വർത്തമാനങ്ങൾ പറയില്ല. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും അത് നിങ്ങൾക്ക് പല ആവശ്യങ്ങളുണ്ടാവും. നിങ്ങളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നു. എനിക്ക് അതിൽ യാതൊരു അഭിപ്രായത്തില്ല. കാരണം ഓരോ മനുഷ്യനും ഓരോ പ്രസ്ഥാനവും ഓരോ സംവിധാനം അല്ല, അവർ സംസാരിക്കട്ടെ. അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പ്രകാശൻ മാസ്റ്റർ CPIM എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് കാര്യശേഷിയില്ലാത്ത മനുഷ്യനായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് നമ്മൾ അദ്ദേഹത്തോടുള്ള എതിർപ്പായിട്ട് പ്രകടിപ്പിക്കുന്ന കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കാനുള്ള ശേഷി വേണം. വെറും സൗണ്ട് ആൻഡ് ഫ്യൂറി, ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് എന്ത് നേടാനോ ഒന്നും നേടാനായിട്ട് കഴിയില്ല. വളരെ പ്രസക്തമായിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് പറയാനായിട്ട് പറ്റാതെ പോകുന്നതിൻ്റെ പേരിലാണ് ഇവർ പരാജയപ്പെട്ടു പോകുന്നത്. അത് ഇവർ മാത്രമല്ല, ഇവരുടെ മുഴുവൻ നേതാക്കളെന്ന് പറയുന്നത് പരാജയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് ഇവരുടെ മാത്രം പ്രശ്നമല്ല, ഏത് പ്രസ്ഥാനത്തിൻ്റെയും പ്രശ്നം അതുതന്നെയാണ്. അവർ ഭരണവർഗ പാർട്ടിയായി മാറിക്കഴിയുന്ന സമയത്ത് BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആരായിക്കഴിഞ്ഞാലും ഭരണവർഗമായി മാറിക്കഴിയുന്ന സമയത്ത് അവൻ്റെ ഭാഷ ഒന്നാണ്. ആ ഭരണവർഗ ഭാഷ എന്ന് പറയുന്നത് അധീശത്വത്തിൻ്റെ ഭാഷയാണ്. അവൻ ജനങ്ങളെ അടിമകളായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ എല്ലാം കൂടി തൂത്ത് പെറുക്കിയെടുത്ത് അവൻ്റെ മേൽ കുതിര കയറി അവനെ അടിച്ച് പൊരിച്ച് ജീവിക്കുന്നതായിട്ടുള്ള തെമ്മാടിക്കൂട്ടമാണ് ഭരണാധിവർഗം എന്ന്. അതിൻ്റെ പേര് ചിലപ്പോൾ BJP എന്നായിരിക്കാം, ചിലപ്പോൾ CPM എന്നായിരിക്കാം, ചിലപ്പോൾ കോൺഗ്രസ് എന്നായിരിക്കാം, ചിലപ്പോൾ കേരള കോൺഗ്രസ് എന്നായിരിക്കാം, ചിലപ്പോൾ മുസ്ലിം ലീഗ് എന്നാവും. ഇവന്മാരെല്ലാം ഒറ്റ ഭാഷയിൽ സംസാരിക്കുകയും ഒറ്റ ഭാഷയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ഇവരെല്ലാം ആത്യന്തികമായിട്ടുള്ള ജനങ്ങൾക്കെതിര് തന്നെയാണ്. ജനങ്ങളെ ഊറ്റുക, ജനങ്ങളെ ചൂഷണം ചെയ്യുക, ജനങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഇവരുടെ കാഴ്ചപ്പാട്. സത്യസന്ധമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിനോട് പ്രതികരിച്ച് ജീവിക്കാൻ ഇവർക്ക് പറ്റാറില്ല. അതുകൊണ്ടാണ് തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത്. എന്ത് തെറ്റ് തിരുത്തും? അതാദ്യം പറയണം. ഇന്ന തെറ്റാണ് ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്നത്, ആ തെറ്റ് ഞങ്ങൾ തിരുത്തും എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം ബഹളങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സ്മൃതി പരുത്തക്കാട് ഇതേപോലുള്ള ചർച്ചയ്ക്ക് ആളുകളെ ക്ഷണിച്ചു വരുത്തേണ്ട കാര്യം പോലും ഉണ്ടാവില്ല. പക്ഷേ എന്താണ് അവർ ചെയ്തിരിക്കുന്നത് തെറ്റ് എന്ന് ഒരു കാരണവശാലും അവർ പറയുകയില്ല. തെറ്റ് തിരുത്തും എന്ന് പറയും, ആരെയും ഭയമില്ല എന്നൊക്കെ പറയും.
വെറുതെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആളുകളെ പറ്റിക്കുക എന്ന് പറയുന്നത് മാത്രമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇവർ തിരുത്തേണ്ടത്. സത്യസന്ധമായിട്ട് ജനങ്ങളോട് സംസാരിക്കാനായിട്ട് ഇവർ പഠിക്കട്ടെ. അപ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ടുള്ള രീതിയിൽ തിരുത്താനും അതുപോലെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇവരെന്തിനും തിരുത്തണം? ഇവർ തിരുത്തണ്ട, ഇവരിതേപോലെ തന്നെ നടന്നുകൊള്ളട്ടെ. ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് ആളുകൾ കാലുമടക്കി അടിക്കുകയും ഇവരെ പുറത്താക്കുകയും ചെയ്യും. അതിനെത്രയോ തെളിവുകളാണ് എല്ലായിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. മോദിക്ക് വരെ ഈ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലുള്ള ഒരു ശിക്ഷ ജനങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ്. ആർക്കും കൊടുക്കും. ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇന്ത്യക്ക് ഗ്യാരണ്ടി നിൽക്കാനായിട്ട് മോദി ആരാണ് എന്ന് ജനങ്ങൾക്ക് ചോദിക്കുന്നതിൽ എന്താണ് കുഴപ്പം? പിണറായി വിജയൻ ക്യാപ്റ്റനാണെന്ന് പറഞ്ഞാൽ ആരുടെ ക്യാപ്റ്റൻ? കേരളത്തിലെ ജനങ്ങളുടെ ക്യാപ്റ്റൻ. ഇവന്മാരൊക്കെ എന്തിനാ ഇങ്ങനെ സംസാരിക്കാൻ നടക്കണമെന്ന് ചോദിക്കുന്നത്? ആരാണ് ഇവരൊക്കെ? സാധാരണക്കാരായിട്ടുള്ള ആൾ. നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കളിൽ പലരും അവരുടെ തുടക്കം, അവരുടെ ജീവിതം അവരാരംഭിച്ച സമയത്ത് എന്തായിരുന്നു, ഇപ്പോൾ അവരാരാണ്, അവർക്ക് എന്ത് പണമുണ്ട്, എല്ലാ പാർട്ടിയുടെ നേതാക്കളെ നിങ്ങൾ പരിശോധിക്കുക. അവരൊക്കെ തുടങ്ങുന്ന സമയത്ത് വളരെ 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 ദരിദ്രമായിട്ടുള്ള അവസ്ഥയിൽ തുടങ്ങുകയും ഇപ്പോൾ അവരെത്തി നിൽക്കുന്ന വളരെ സമ്പന്നമായിട്ടുള്ള രീതിയിലാണ്. എങ്ങനെയാണ് ഇവർക്ക് ഈ സമ്പത്ത് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കോടീശ്വരന്മാരായിട്ട് ഇവർ മാറിത്തീരുന്നത്? ഇവരെന്താണ് അതിനു വേണ്ടി ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ആ ചോദിക്കുന്ന അവകാശങ്ങളാണ് ചില സമയത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ അവർ പ്രകടമാക്കുകയും അതേപോലെ തന്നെ അതുവരെ നിലനിന്നിരുന്നതായിട്ടുള്ള ഇവരുടെ ആപ്പിൾ കാർട്ട് എന്ന് പറയുന്നത് അത് അടിച്ച് തകർക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ പല തിരഞ്ഞെടുപ്പുകളിലും കാണുന്നത്. എന്നിട്ട് ഇവർ തിരുത്തും എന്ന് പറഞ്ഞ് വീണ്ടും ആളുകൾ തെറ്റിക്കാൻ നടക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് തിരുത്തുക എന്നുള്ളത് പറയുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നതാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നതായിട്ടുള്ള തെറ്റ്, അത് ഞങ്ങൾ തിരുത്തും. അത് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിക്കുമെന്നാണ് ശരി. Debate with Smriti Parithikad.